GB വ്ളോഗ്സ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. എന്തായിരിക്കും എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് നല്ല പച്ച തക്കാളി ഇവിടെ കണ്ടു. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പച്ച തക്കാളി പറിച്ചിട്ട് നമുക്ക് അതുകൊണ്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, തക്കാളി തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ടുള്ള പച്ച തക്കാളി, കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ രുചി. പിന്നെ കടുക്, ജീരകം, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, സവാള ഒരു 3 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് നാളികേരവും. നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കടുക്, ജീരകം, വറ്റൽമുളക്, ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നന്നായി ഒന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. സവാള ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുറന്നു വെച്ച് തന്നെ തക്കാളി വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടച്ചു വെച്ചാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി തക്കാളി ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറന്നു വെച്ച് തന്നെ തീ ഇച്ചിരി കുറച്ച് വെച്ച് കുറച്ച് സമയം നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് വേവിച്ചെടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന കാരണം അധികം എരിവ് വേണ്ട. അപ്പോൾ എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം എനിക്കിവിടെ ഡ്രൈ ആയിട്ടുള്ള നാളികേര പൊടിയാണ് കിട്ടുന്നത്. അപ്പം നാട്ടിൽ നമുക്ക് നല്ല ഫ്രഷ് നാളികേരം കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നാളികേരവും ജീരകവും കൂടെ ചതച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ
സ്വാദിഷ്ടമായ തക്കാളി തോരൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അധികം വെന്ത് പോവാതെ നോക്കണം, കാരണം ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തീരെ കനം കുറച്ച് തന്നെ അരിയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി തോരൻ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ അധികം വേവിച്ചിട്ടില്ലാത്ത കാരണം ആ തക്കാളി തോരൻ്റെ ആ ഒരു ഗ്രീനിഷ് കളറ് അതേപോലെ തന്നെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ വ്ളോഗ്സും വീഡിയോസുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.